السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തമമായ നാമങ്ങളിൽ അസ്മാഉൽ ഹുസ്നയിൽ അടുത്ത നാമങ്ങൾ അഷ്ഷഹീദ്, അർ-റഖീബ് എന്നീ നാമങ്ങളാണ്. അഷ്ഷഹീദ്, അർ-റഖീബ്. അഷ്ഷഹീദ് എന്നുള്ള നാമം ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ചില ആയത്തുകൾ സൂറത്തുൽ ബുറൂജിലെ 9-ാമത്തെ ആയത്തിൽ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനും സാക്ഷിയാണ് എന്നെല്ലാം അർത്ഥം, സാക്ഷ്യം വഹിക്കുന്നവൻ എന്നെല്ലാമാണ് അതിൻ്റെ ആശയം വരിക. സൂറത്തുൻ നിസായിലെ 79-ാമത്തെ ആയത്തിൽ വകഫാ ബില്ലാഹി ഷഹീദ, അല്ലാഹു മതിയായവനാണ് സാക്ഷിയായിട്ട്. സൂറത്തുൽ ഹജ്ജിലെ 17-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ മനുഷ്യർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതാണ്, വിഭാഗങ്ങളാക്കുന്നതാണ്. അല്ലാഹു മതിയായവനാണ് സാക്ഷിയായിട്ട്. ഇനി അർ-റഖീബ് എന്നുള്ള നാമം ഖുർആനിൽ 3 സന്ദർഭങ്ങളിലാണ് വന്നിട്ടുള്ളത്. അതിൽ ഒരു തവണ ഷഹീദ് എന്നുള്ള നാമത്തിൻ്റെ നാമം പരാമർശിക്കുന്നതിനോടൊപ്പം തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ റഖീബാണ്, കാര്യങ്ങൾ നോക്കിക്കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, മേൽനോട്ടം വഹിക്കുന്നവനാണ് എന്നെല്ലാം അർത്ഥം. സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്തിൽ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനും എല്ലാമാണ്. സൂറത്തുൽ മാഇദയിലെ 117-ാമത്തെ ആയത്തിൽ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്ന വാക്കായിട്ട് കാണാം വകുൻതു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ ആ നസാറാക്കളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഞാൻ അവർക്ക് സാക്ഷിയാണ്, അവരെന്താ ചെയ്തതെന്ന് എനിക്കറിയാം. ഫലമ്മാ തവഫൈതനി, നീ എന്നെ ഉയർത്തിയപ്പോൾ കുൻത അൻത റഖീബ അലൈഹിം, നീയാണ് അവരുടെ മേലെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് അറിഞ്ഞിട്ടുള്ളവൻ. വ അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാണല്ലോ എന്ന് ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നുണ്ട്. അവിടെ റഖീബ് എന്നും അള്ളാഹുവിനെ പറ്റി പറഞ്ഞു, ഷഹീദ് എന്നുള്ളതും പറഞ്ഞു. ഇനി എന്താണ് ഇതിൻ്റെ ആശയങ്ങൾ? മഅന ഷഹീദ്, ഷഹീദ് എന്നുള്ളതിൻ്റെ അർത്ഥം അൽ മുത്തലിഉ അലാ കുല്ലി ഷൈഇൻ അല്ലദീ ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ, എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിനെയും മേൽനോട്ടം വഹിക്കുന്ന, നോക്കുന്ന, അറിയുന്ന, സമിഅ ജമീഅൽ അസ്വാത്ത് എല്ലാ ശബ്ദവും കേൾക്കുന്ന, അബ്സറ ജമീഅൽ മൗജൂദാത്ത് എല്ലാ കാര്യങ്ങളും കാണുന്ന, ചെറുതോ വലുതോ എല്ലാം കാണുന്ന, വഅഹാത ഇൽമുഹു ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യവും ഉൾക്കൊള്ളുന്ന അറിവുള്ളവൻ, അതാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ. അഥവാ സാക്ഷിയായി നിൽക്കുന്ന, എല്ലാത്തിനും കൃത്യമായ കേൾവിയും കാഴ്ചയും അറിവും എല്ലാം ഉള്ള ആൾ, അതാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ. റഖീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആശയം അൽ മുത്തലിഉ അലാ മാ അകന്നത്ഹു സുദൂർ, നെഞ്ചിൽ മറച്ചു വെച്ചിട്ടുള്ള, ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എത്തി നോക്കുന്നവൻ അല്ലെങ്കിൽ അറിയുന്നവൻ. അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്, ഓരോന്നിനെയും അതിന് യോജിച്ച രീതിയിൽ നിലനിർത്തുന്നവൻ. അല്ലദീ ഹഫിദൽ മഖ്ലൂഖാത്ത്, എല്ലാ സൃഷ്ടികളെയും കാത്തു സംരക്ഷിക്കുന്നവൻ, അതിനെല്ലാം കൃത്യമായ രീതിയും രൂപവും എല്ലാം നൽകിയവൻ. റഖീബും ലിൽ മുബ്സിറാത്തി ബിവസരിഹി, തൻ്റെ കാഴ്ച കൊണ്ട് എല്ലാത്തിനെയും കാണുന്നവൻ, തൻ്റെ കേൾവി കൊണ്ട് എല്ലാത്തിനെയും കേൾക്കുന്നവൻ, തൻ്റെ അറിവ് കൊണ്ട് എല്ലാത്തിനെയും കുറിച്ച് അറിയുന്നവൻ, അതാണ് റഖീബ് എന്ന് പറഞ്ഞാൽ. ഈ 2 നാമങ്ങളും മുത്തറാദിഫുകളായിട്ടാണ് ഉലമാക്കൾ പറയാറുള്ളത്. അതായത് പര്യായ പദങ്ങൾ പോലെ അതിൻ്റെ ആശയങ്ങൾ ഒന്ന് തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഷഹീദ് എന്ന് പറഞ്ഞാലും അർ റഖീബ് എന്ന് പറഞ്ഞാലും
അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ ഒന്ന് തന്നെയാണ്. ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഹഖുൽ വാദിഹുൽ മുബീൻ എന്നുള്ള കിതാബിൽ പറയുന്നുണ്ട്, അർ റഖീബ് വശഹീദു മുതറാദിഫാൻ. റഖീബ് ഷഹീദ് എന്നുള്ളത് പര്യായ പദങ്ങളാണ്. വകിലാഹുമാ യദുല്ലു അലാ ഇഹാത്തത്തി സമഇല്ലാഹി ബിൽ മസ്മൂആത്ത്. ആ രണ്ടും അറിയിക്കുന്നത് എല്ലാ കേൾവികളെയും എല്ലാ ശബ്ദങ്ങളെയും കേൾക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കേൾക്കുന്നവനാണ്. വബസറുഹു ബിൽ മുബ്സിറാത്ത്, കാണുന്ന കാര്യങ്ങളെല്ലാം കാണുന്നവനാണ്. വഇൽമിഹി ബിജമീഇൽ മഅലൂമാത്തിൽ ജലിയ വൽ ഖഫിയ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും അറിയുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു നിങ്ങളുടെ മേലെ റഖീബാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേലെ സാക്ഷിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ രഹസ്യവും പരസ്യവുമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നമ്മുടെ ചിന്തകളാവട്ടെ, നമ്മുടെ സംസാരമാവട്ടെ, പ്രവർത്തനങ്ങളാവട്ടെ, ഇതിനെല്ലാം സാക്ഷിയായിട്ടുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാതെ അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യം വഹിക്കാതെ നമുക്കൊരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. എത്ര മറച്ചു വെച്ചാലും അല്ലാഹുവിൽ നിന്ന് നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം അടിമകളെ താക്കീത് ചെയ്യുന്നത് കാണാം. അല്ലാഹുവിനെ ധിക്കരിക്കുന്നത് സൂക്ഷിക്കണം എന്നുള്ളത്. സൂറത്തുൽ ബഖറയിലെ 235 ആയത്തിൽ നോക്കൂ, വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സുകളിൽ ഉള്ളത് അല്ലാഹു അറിയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിക്കുക. വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, നിങ്ങൾ അറിയുക അല്ലാഹു അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം അവധാനതയുള്ളവനാണ് എന്ന് അറിയുക. സൂറത്തുൽ ഹദീദിലെ 4 ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്, അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു തആല നോക്കിക്കാണുന്നവനാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ അലഖിലെ 14 ആയത്തിൽ അലം യഅലം ബിഅന്ന അല്ലാഹ യറാ, അവൻ അറിയില്ലേ അല്ലാഹു കാണുന്നുണ്ട് എന്ന്. ജനങ്ങളിൽ നിന്നെല്ലാം മറച്ചു വെച്ച് ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ഒരു കാര്യം ചെയ്യുമ്പോഴും അവൻ മനസ്സിലാക്കിയിട്ടില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാണുന്നുണ്ട് എന്ന്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഈ റഖീബ്, ഷഹീദ് എന്നുള്ള നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, അതിൻ്റെ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു റഖീബാണ്, ഷഹീദാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇബാദത്തുകളിൽ അതിൻ്റെ ഒരു മാറ്റം വരേണ്ടതുണ്ട്. ഇപ്പോൾ പാപങ്ങൾ ഒഴിവാക്കുന്നതിൽ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിർവഹിക്കുന്നത്, അള്ളാഹു ഇത് കാണുന്നുണ്ട്, ഞാൻ പറയുന്ന ദിക്റുകൾ, ഞാൻ പറയുന്ന ദുആകൾ, ഞാൻ പറയുന്ന ഖുർആനിന്റെ പാരായണം, ഇതെല്ലാം അള്ളാഹു സാക്ഷിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ഇഹ്സാൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യലാണ്. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ കാണുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നീ ഇബാദത്ത് ചെയ്യലാണ്. അപ്പം അള്ളാഹുവിനെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ഏറ്റവും ഈ തഖ്വയുടെ അടിസ്ഥാനവും ഇഹ്സാനിൻ്റെ അടിസ്ഥാനവും, ഇഹ്സാനിനെ പണ്ഡിതന്മാർ 3 മർത്തബകളിലായിട്ട് തിരിക്കുന്നുണ്ട്. 3 മർത്തബകളിലായിട്ട്. ഏറ്റവും താഴെയുള്ളതാണ് മുറാഖബത്തുല്ലാ എന്ന് പറയുന്നത്, അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിക്കുക എന്നുള്ളത്. അതിനു മേലുള്ളതാണ് അൽ ഹയാ, അള്ളാഹുവിനോട് ലജ്ജയുണ്ടാവുക എന്നുള്ളത്. അതിനു മുകളിലാണ് അൽ ഉൻസു ബില്ലാഹ്, അള്ളാഹുവിനോട് അങ്ങേയറ്റം അടുത്ത അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. തഖ്വ എന്ന് പറഞ്ഞാൽ മുറാഖബത്തുള്ളയാണ്. അപ്പോൾ റഖീബ്, ഷഹീദ് എന്നുള്ള നാമങ്ങളുടെ ആശയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യവും ഇബാദത്തുകളിൽ കൂടുതൽ മുന്നേറാൻ നമ്മെ സഹായിക്കുന്ന കാര്യവും അതാണ്. അതുകൊണ്ടാണ് ഇത് കവി പറഞ്ഞ വരികൾ കാണാം, ഇദാ മാ ഖലൗത അദ്ദഹറ യൗമൻ ഫലാ തഖുൽ, നീ എപ്പോഴെങ്കിലും നീ ഒറ്റക്കാകുന്ന സമയത്ത് നീ പറഞ്ഞു പോകരുത് ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബ്, ഞാൻ ഒറ്റക്കായി എന്ന് നീ പറയണ്ട. നീ പറയണം എൻ്റെ മേലെ ഒരു റഖീബ് ഉണ്ട്, കാര്യങ്ങൾ നോക്കിക്കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന ഒരാളുണ്ട്. വലാ തഹ്സബന്ന അല്ലാഹു യഗ്ഫുറു സഅതൻ, നീ വിചാരിച്ചു പോകരുത്
അല്ലാഹു തആല ഒരു നിമിഷമെങ്കിലും അശ്രദ്ധനായി പോകുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും കാര്യം മറച്ചു വെക്കാമെന്നും നീ വിചാരിച്ചു പോകണ്ട എന്ന നിലക്ക് കവി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ നമുക്കൊന്നും സാധിക്കില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഖീബാണ്, ഷഹീദാണ്, ഞാൻ പ്രവർത്തിക്കുന്നതെല്ലാം കാണുന്നവനാണ്, അറിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ അറിവോ കേൾവിയോ കാഴ്ചയോ വിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്നുള്ള ബോധത്തിൽ ഒരാൾ ജീവിക്കുമ്പോൾ അപ്പോഴാണ് അവന് ഈമാനിന്റെ മാധുര്യം ലഭിക്കുക. പലപ്പോഴും ഇബാദത്തുകൾ ചെയ്യുന്ന സമയത്ത് ഖൽബിനൊരു വിശാലത ലഭിക്കാത്ത, ഈമാനിനൊരു ആസ്വാദനം ലഭിക്കാത്ത, എന്തെല്ലോ ബാഹ്യമായിട്ട് കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു മെക്കാനിക്കലായി ഇബാദത്തുകൾ ചെയ്യുന്ന അവസ്ഥ നമ്മിൽ പലർക്കും ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അധിക ഇബാദത്തുകളും ആ തരത്തിലായി പോകാറുണ്ട്. എന്നാൽ ഈ നാമങ്ങൾ മനസ്സിലാക്കുകയും ഇതിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ നമ്മുടെ ഇബാദത്തുകൾ തന്നെ മാറ്റം വരും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജ് സാലിക്കീൻ എന്നുള്ള കിതാബിൽ പറയുന്ന ചില ഭാഗങ്ങൾ കാണാം. ഫഇന്ന സുറൂറൽ ഖൽബി ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടുള്ള ഖൽബിന്റെ സന്തോഷം, വഫർഹഹു ബിഹി, അതുപോലെ തന്നെ ആനന്ദം, വഖുറത്തുൽ ഐനി ബിഹി, അതുപോലെ തന്നെ കൺകുളിർമ, ലാ യുശ്ബിഹു ശൈഉം മിൻ നഈമിദ് ദുനിയ അൽബത്ത, അത് ദുനിയാവിലെ ഒരു അനുഗ്രഹത്തിനോടും സാദൃശ്യപ്പെടുത്താൻ പോലും പറ്റൂല. അഥവാ അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതുകൊണ്ട്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, അള്ളാഹുവിനോടുള്ള താഴ്മ കാണിക്കുന്നത് കൊണ്ട് ഖൽബിന് ലഭിക്കുന്ന സന്തോഷവും ആനന്ദവും ഭൗതികമായിട്ടുള്ള ദുനിയാവിന്റെ ഒരു നിഅമത്തിനോടും താരതമ്യം ചെയ്യാൻ പറ്റൂല. കാരണം ഇതിന്റെ 7 അയലത്ത് അതെത്തൂല. എന്നിട്ട് പറയാണ് വലൈസ ലഹു നദീറുൻ യുഖാസു ബിഹി, എന്തെങ്കിലും ഒരു സാദൃശ്യം പറഞ്ഞ് ഇതുപോലെ ആയിരിക്കും എന്ന് പറയാൻ പോലും പറ്റൂല. വഹുവ ഹാലും മിൻ അഹ്വാലി അഹ്ലിൽ ജന്ന, യഥാർത്ഥത്തിൽ ആ ഈമാനിന്റെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ സ്വർഗാവകാശികൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഹത്താ ഖാല ബഅ്ദുൽ ആരിഫീൻ, അത് അനുഭവിച്ച ചില ആളുകൾ പറഞ്ഞു പോയിട്ടുണ്ട്, ഇന്നഹു ലതമുറു ബി ഔഖാതുൻ, എൻ്റെ ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ടാവാറുണ്ട്, അഖൂലു ഫീഹ, ഞാൻ ആ സമയത്ത് പറഞ്ഞു പോയാറുണ്ട്, ഇൻ കാന അഹ്ലുൽ ജന്നതി ഫീ മിസ്ലി ഹാദാ, സ്വർഗാവകാശികളെങ്ങാനും ഈ തരത്തിലാണ് അവർക്ക് സ്വർഗത്തിൽ ആസ്വാദനമുള്ളത് എങ്കിൽ, ഇന്നഹും ലഫീ ഐഷിൻ ത്വയ്ബിൻ, അവർ ഏറ്റവും നല്ല വിശിഷ്ടമായിട്ടുള്ള ജീവിതത്തിലാണ്, അവരേറ്റവും വിശിഷ്ടമായിട്ടുള്ള ജീവിതത്തിലാണ്. അഥവാ ഖൽബ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് കൊണ്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ഖൽബിൽ അനുഭവിക്കുന്ന ആ ആനന്ദത്തിന്റെ ഒരു അവസ്ഥയാണ്. എന്നിട്ട് പറയാണ് ഫലാ റൈബ അന്ന ഹാദ സുറൂർ യബ്അഥു അലാ ദവാമി സൈരി ഇലല്ലാഹ്, ഉറപ്പായിട്ടും ഒരു സംശയവുമില്ല ഈ ഒരു ആനന്ദം, ആസ്വാദനം ലഭിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ സ്ഥിരതയോടുകൂടി നിലനിൽക്കുകയും വബദ്ലിൽ ജുഹ്ദി ഫീ ത്വലബിഹി, അത് നേടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ്. വബ്തിഗാഅ മർളാതിഹി, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ച്. വമൻ ലം യജ്ദ് ഹാദ സുറൂർ, ഇനി ആർക്കാണോ ഈ ഒരു ആനന്ദം കണ്ടെത്താൻ സാധിക്കാത്തത്, വലാ ശൈഅൻ മിൻഹു, അതിൽ നിന്ന് ഒന്നും തന്നെ കിട്ടുന്നില്ല, അതിന് പൂർണ്ണമായി കിട്ടുന്നില്ല പോട്ടെ, അതിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ ഫല്യത്തഹിം ഈമാനഹു അഅമാലഹു, അവന്റെ ഈമാനിനെയും അവന്റെ കർമ്മങ്ങളെയും സംശയിക്കട്ടെ. അവൻ സ്വന്തത്തിൽ അവന്റെ ഈമാനിനെയും അവന്റെ കർമ്മങ്ങളെയും കുറിച്ച് ഒന്ന് ചോദ്യം ചെയ്യട്ടെ, അവൻ പരിശോധിക്കട്ടെ. ഫഇന്നലിൽ ഈമാനി ഹലാവത്തൻ, കാരണം തീർച്ചയായിട്ടും ഈമാനിന് ഒരു ഹലാവത്തുണ്ട്, ഒരു ആസ്വാദനമുണ്ട്. മല്ലം യദുഖ്ഹ ഫൽയർജി വൽയഖ്തബിസ് നൂറൻ, അത് കണ്ടെത്താത്തവൻ, അത് രുചിക്കാത്തവൻ, അവൻ മടങ്ങുകയും ആ പ്രകാശം അവൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും യജിദ് ബിഹി ഹലാവത്തുൽ ഈമാൻ, അങ്ങനെ അത് കണ്ടെത്തുകയും ചെയ്യട്ടെ. വഖദ് ദക്കറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചു ദൗഖ തഅമിൽ ഈമാൻ, ഈമാനിന്റെ ആ മാധുര്യം ആസ്വദിക്കുന്നതും, വവജ്ദ ഹലാവത്തിഹി, അത് കണ്ടെത്തുന്നതും, ഫദിക്റുൽ ദൗഖി വൽ വജ്ഹി വഅല്ലഖഹു ബിൽ ഈമാൻ, ആ ആസ്വാദനവും ആ ആനന്ദവും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈമാനുമായിട്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഈമാനിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ, നമുക്ക് ഈമാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ഒരു ഹലാവത്ത് അവിടെ ഉണ്ട്, അവിടെ ഒരു ആസ്വാദനം ഉണ്ട്. ഒന്നുകിൽ നമ്മൾ അതിനെക്കുറിച്ച് അശ്രദ്ധരാണ്, നമ്മൾ അതിനെക്കുറിച്ച് പരിഗണിക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതല്ല എങ്കിൽ നമ്മുടെ ഈമാനിനെയോ അമാലിനെയോ സ്വന്തം ചോദ്യം ചെയ്യേണ്ട, പുനഃപരിശോധിക്കേണ്ട അവസ്ഥ എത്തിയിട്ടുണ്ട്, അതിലെന്തോ ഒരു കുറവ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത്.
അതാണ് ഇവിടെ പറയുന്നത്. കാരണം ഈമാൻ ഉണ്ട് എങ്കിൽ അതിലൊരു ആസ്വാദനം ഉണ്ടായിരിക്കും. എന്നിട്ട് പറയാണ് ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദാഖ തുഅമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂല. ആരാണോ അല്ലാഹുവിനെ റബ്ബായിട്ടും ഇസ്ലാമിനെ ദീനായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായിട്ടും അംഗീകരിച്ചത് തൃപ്തിപ്പെട്ടത് അവൻ ഈമാനിന്റെ ആ മാധുര്യം ആസ്വദിക്കും. ഈമാന്റെ മാധുര്യം ആസ്വദിക്കും. ആ തൃപ്തിയിൽ എന്തെങ്കിലും കുറവുണ്ടോ നമ്മൾ നോക്കണം. എന്തെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടോ? മറ്റൊരു ഹദീസിൽ വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ അതാരിലാണോ ഉള്ളത് അവൻ ഈമാനിന്റെ ആസ്വാദനം കണ്ടെത്തും, രുചി കണ്ടെത്തും. മൻ കാന ആ മാധുര്യം കണ്ടെത്തും. മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും റസൂലും മറ്റെന്തിനേക്കാളും അവന് ഇഷ്ടമുള്ളതായിരിക്കും. വമൻ കാന യുഹിബ്ബുൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവനൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കും. വമൻ യഖറഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു. അവൻ വെറുക്കും, അവൻ കുഫറിൽ നിന്ന് ഈമാനിലേക്ക് വന്നതിന് ശേഷം തിരിച്ച് കുഫറിലേക്ക് മടങ്ങുക എന്നുള്ളത് തീയിലേക്ക് കമാ യഖ്റഹു അൻ യുൽഖാ ഫിന്നാർ, നരകത്തിലേക്ക് എറിയുന്ന പോലെ അവൻ വെറുക്കും. അങ്ങനെയുള്ളവൻ ഈമാന്റെ മാധുര്യം ലഭിക്കും. നമുക്ക് ലഭിക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം. ഈമാനിന്റെ ആസ്വാദനമുണ്ടോ നമ്മൾ പരിശോധിക്കണം. ദുനിയാവിലെ മറ്റെന്ത് ലഭിച്ചാലും ലഭിക്കാത്ത അതിനേക്കാൾ ഉന്നതമായിട്ടുള്ള സ്വർഗാവകാശികളുടെ ആസ്വാദനത്തിനോട് ത്വരിതപ്പെടുത്താവുന്ന ഒരേ ഒരു ആസ്വാദനം ദുനിയാവിലുള്ളത് ഈമാനിൻ്റെതാണ്. അത് നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ നമ്മുടെ കർമ്മങ്ങളും ഈമാനൊന്ന് പരിശോധിക്കണം. ചിലപ്പോൾ അശ്രദ്ധയിലായിരിക്കും, നമ്മൾ അശ്രദ്ധയിലായി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതും ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങളെ മാത്രം നമ്മൾ വിചാരണ ചെയ്ത് നോക്കുന്ന അവസ്ഥയായിരിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ ഈ വിഷയത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് സമീഅതു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഖദ്ദസല്ലാഹു റൂഹു യഖൂൽ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇദാ ലം തജിദ് ലിൽ അമലി ഹലാവതൻ ഫീ ഖൽബിക് വൻശിറാഹൻ ഫത്തഹിംഹു. നിന്റെ കൽബിൽ നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് അതിൻ്റെ രുചി നിനക്ക് കിട്ടുന്നില്ല എങ്കിൽ, ആ കർമ്മങ്ങൾ കൊണ്ട് ഹൃദയത്തിനൊരു വിശാലത നിനക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നീ പരിശോധിക്കണം. നീ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നീ സ്വന്തത്തെ പരിശോധിക്കണം ആ കർമ്മത്തെ. ഫഇന്ന റബ്ബ തആല ശകൂർ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ശകൂറാണ്. യഅനി ഉദ്ദേശം അന്നഹു ലാ ബുദ്ദ അൻ യുസീബൽ ആമില അലാ അമലിഹി ഫിദ് ദുനിയ മിൻ ഹലാവത്തിൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ സൽക്കർമ്മം ചെയ്യുന്ന ഒരു അടിമക്ക് ദുനിയാവിൽ വെച്ച് അതിന്റെ ഹലാവത്ത് അല്ലാഹു നൽകുക തന്നെ ചെയ്യും. അല്ലാഹു ശക്കൂറാണ്. യജിദ്ഹാ ഫീ ഖൽബിഹി. അത് അവന്റെ ഖൽബിൽ അവൻ കണ്ടെത്തും. വഖുവ്വത്തിൻ വഇൻശിറാഹിൻ വഖുർറതി ഐനിൻ. അത് അവന്റെ ഖൽബിന്റെ ഒരു ശക്തിയായി, ഒരു വിശാലതയായി, ഒരു കൺകുളിർമയായി അവൻ കണ്ടെത്തും. ഫഹൈസു ലം യജിദ് ദാലിക ഫഅമലുഹു മദ്ഖൂലുൻ. ആ രീതിയിൽ അവന്റെ ആ കർമ്മം പ്രവേശിക്കുമ്പോൾ മാത്രമാണ് അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ കർമ്മങ്ങളിൽ ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവില്ല. നിസ്കാരത്തിൽ കയ്യെട്ടിയ മുതൽ സലാം കിട്ടുന്നത് വരെ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. നമ്മുടെ ഭാര്യയോ മക്കളോ കുടുംബമോ കച്ചവടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ആസ്വാദനം, ഒരു നിസ്കാരം കഴിയുമ്പോഴേക്ക് ഈ ഒരു ആസ്വാദനം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ലഭിക്കും, കിട്ടാതിരിക്കില്ല എന്ന് പറയുന്നത്. ശക്കൂറാണ് അല്ലാഹ്. ആ ചെയ്യേണ്ട പോലെ ചെയ്തിട്ടുണ്ടോ അല്ലാഹു തആല അവനത് കൊടുക്കും. ഏതൊരു കാര്യത്തിനും, ഒരു സ്വതക്കയാവട്ടെ, ഒരു ദിക്റാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, അത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ലഭിക്കാനുള്ള അടിസ്ഥാന കാരണം അല്ലാഹു സുബ്ഹാനഹു തആല എപ്പോഴും എന്നെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, നോക്കുന്നുണ്ട്, അല്ലാഹു എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള അവൻ്റെ ഇൽമു കൊണ്ടും കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടൊക്കെ എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് ഇത് ലഭിക്കുക എന്നാണ് ഇവിടെ പറയാനുള്ള കാരണം. അപ്പം അതുകൊണ്ട് റഖീബ് അഷ്ഷഹീദ് എന്നുള്ള ഈ നാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുന്ന, ഉപകരിക്കുന്ന, വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന നാമങ്ങളാണ്. അടുത്ത നാമങ്ങൾ അൽ മുഹൈമിൻ, അൽ മുഹീത്ത്, അൽ മുഖീത്ത്, അൽ വാസിഅ. ഈ 4 നാമങ്ങളാണ്. അൽ മുഹൈമിൻ, അൽ മുഹീത്ത്, അൽ മുഖീത്ത്, അൽ വാസിഅ. മുഹൈമിൻ എന്നുള്ള നാമം ഖുർആനിൽ ഒരു സന്ദർഭത്തിലാണ് വന്നിട്ടുള്ളത്. സൂറത്തുൽ ഹശറിലെ 23-ാമത്തെ ആയത്തിൽ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ.
അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും അധികം ഒരുമിച്ച് പരാമർശിച്ചിട്ടുള്ള സൂറത്തുൽ ഹശറിൻ്റെ അവസാന ഭാഗത്ത് അൽ മുഹൈമിൻ എന്നുള്ള നാമം വന്നിട്ടുണ്ട്. എന്താണ് മുഹൈമിൻ എന്ന് പറഞ്ഞാൽ? മുഹൈമിൻ എന്ന് പറഞ്ഞാൽ അൽ മുത്തലിഉ അലാ ഖഫായ അൽ ഉമൂർ, ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഗോപ്യമായിട്ടുള്ള കാര്യങ്ങളെ നോക്കിക്കാണുന്നവൻ. വഖബായ അസ്സുദൂർ, ഖൽബിൽ ഏറ്റവും മറച്ചു വെച്ചിട്ടുള്ള ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെ അറിയുന്നവൻ. അല്ലദീ അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, എല്ലാ അറിവും ഉൾക്കൊള്ളുന്നവനായിട്ടുള്ളവൻ. അശ്ശാഹിദു അലൽ ഖൽഖി ബിഅഅമാലിഹിം, ആ സൃഷ്ടികൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ മേലെ സാക്ഷിയായിട്ടുള്ളവൻ. അർറഖീബു അലൈഹിം ഫീമാ യസ്ദുറു മിൻഹും മിൻ ഖൗലിൻ ഔ ഫിഅലിൻ, അടിമ ചെയ്യുന്ന വാക്കോ പ്രവർത്തനങ്ങളോ അതെല്ലാം സൂക്ഷ്മമായി നോക്കിക്കണ്ട് അറിയുന്നവൻ എന്നാണ് അതിൻ്റെ ആശയം. അഥവാ റഖീബ്, ഷഹീദ്, സമീഅ്, ബസീർ, അലീം ആ തുടങ്ങിയ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് അൽ മുഹൈമിൻ എന്ന് പറയുന്നത്. ഒന്നും തന്നെ ആ മുഹൈമിനായിട്ടുള്ള അള്ളാഹുവിൽ നിന്ന് വിട്ടുപോകുന്നില്ല. രണ്ടാമത്തെ നാമം പറഞ്ഞത് അൽ മുഹീത്ത് എന്നുള്ളതാണ്. അൽ മുഹീത്ത് എന്നുള്ളത് ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. ചില ആയത്തുകൾ സൂറത്തുൻ നിസായിലെ 126 ആയത്തിൽ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ മുഹീത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനെയും, മുഹീത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അറിയുന്നവൻ, ഒരു കാര്യത്തിന്റെ എല്ലാ മേഖലയും, അതിന്റെ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും അതിന്റെ അനന്തരഫലങ്ങളും അതിന്റെ മുൻപുണ്ടായതും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും മുഴുവനായി അറിയുന്നവനാണ് മുഹയ്യത്ത് എന്ന് പറയുന്നത്. സൂറത്തു ആലി ഇമ്രാനിലെ 120 ആയത്തിൽ ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹയ്യത്ത്. അതുപോലെ സൂറത്തുൽ ബഖറയിലെ 19 ആയത്തിൽ വല്ലാഹു മുഹയ്യത്തും ബിൽ കാഫിരീൻ, അലീമിന്റെ ഒന്നുകൂടി വിശാലമായിട്ടുള്ളത്. അപ്പോൾ മുഹയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മുൻ ദാലുൻ അലാ ഇഹാതതി ബികുല്ലി ഷൈഇൻ ഇൽമൻ വഖുദ്റതൻ വഖഹ്റൻ, അറിവ് കൊണ്ട് മാത്രമല്ല, അറിവ് കൊണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന പോലെ തന്നെ ഖുദ്റതൻ, കഴിവുകൊണ്ട്, എല്ലാത്തിൻ്റെയും മേലെയുള്ള കഴിവുകൊണ്ട്, വഖഹ്റൻ, എല്ലാത്തിൻ്റെയും മേലെയുള്ള സർവാധികാരം കൊണ്ട്, അങ്ങനെയുള്ളവനാണ് മുഹയ്യത്ത് എന്ന് പറയുന്നത്. അഥവാ ഒരു കാര്യത്തിന്റെ മേലെ പൂർണ്ണമായ അറിവും പൂർണ്ണമായ കഴിവും പൂർണ്ണമായ അധികാരവും ഉള്ളവനാണ് മുഹയ്യത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ സൂറത്തുൽ ഇസ്രായിലെ 60 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഇദ് ഖുൽനാ ലക ഇന്ന റബ്ബക അഹാത ബിന്നാസ്, നിന്നോട് നാം പറഞ്ഞു ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ രീതിയിൽ അധികാരം കൊണ്ടും അറിവ് കൊണ്ടുമെല്ലാം കീഴ്പ്പെടുത്തിയവനാണ്. സൂറത്തുൽ ജിന്നിലെ 28 ആയത്തിൽ വഅഹാത ബിമാ ലദൈഹിം വഅഹ്സാ കുല്ല ഷൈഇൻ അദദ, അവരുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവനും അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുന്നവനാണ് എന്നുള്ളത്. അപ്പോൾ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ, അതുപോലെ തന്നെ അറിവ് കൊണ്ട് പറയുകയാണെങ്കിൽ ഒരു അണുമണി തൂക്കം പോലും അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് വിട്ടുപോകില്ല. ഇഹാത്തത്തുൽ ഇൽമ് പറയുകയാണെങ്കിൽ, ഇഹാത്തത്തുൽ ഖുദ്റത്ത് പറയുകയാണെങ്കിൽ അള്ളാഹുവിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ, അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും തന്നെ കഴിയുകയില്ല. ഇഹാത്തത്തുൽ ഖഹ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും മേലെ സർവാധികാരമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ മുഹീത്ത് എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള ഇഹാത്തത്താണ്, പൂർണ്ണമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ്. ഒന്ന് ഇഹാത്തത്തുൽ ഇൽമ്, 2 ഇഹാത്തത്തുൽ ഖുദ്റ, 3 ഇഹാത്തത്തുൽ ഖഹ്റ. അങ്ങനെ 3 തരത്തിൽ ഉണ്ട്. അപ്പോൾ ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാര പരിധിയിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കുകയില്ല. അപ്പൊ ജിന്നുവർഗത്തിനോടും മനുഷ്യവർഗത്തിനോടും കൂടി അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് സൂറത്തുർ റഹ്മാനിൽ, യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, ജിന്ന് മനുഷ്യവർഗങ്ങളെ, ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, ഈ ആകാശഭൂമികളെ പരിധി വിട്ട് നിങ്ങൾക്കൊന്ന് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിക്കുക, നിങ്ങൾക്കതിന് സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതാണ് മുഹയ്യിത്ത് എന്ന് പറഞ്ഞാൽ. 3ാമത്തെ നാമം ഇത് നമ്മൾ പറഞ്ഞു അൽ മുഖീത്ത്. അൽ മുഖീത്ത്, മുഖീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പോഷകങ്ങൾ അത് ഒരുക്കി കൊടുക്കുന്നവൻ എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാശയം. അടിമകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അവരുടെ പോഷകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുന്നവൻ എന്നാണ് ഒരർത്ഥം. ഒരു തവണയാണ് ഖുർആനിൽ മുഖീത്ത് എന്ന് വന്നിട്ടുള്ളത്. സൂറത്തുൻ നിസായിലെ 85 ആയത്തിലാണ്.
من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യത്തിന്റെയും മേലെ അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം നൽകുന്നവനാണ്. അതാണ് അതിന്റെ ഒരാശയം. അതായത് സൃഷ്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസ്ക് അതെല്ലാം നൽകുന്നവൻ, സൃഷ്ടികൾക്ക് ആ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാം, സമ്പന്നനാവട്ടെ ദരിദ്രനാവട്ടെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും പോഷകങ്ങളും നൽകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ റസാഖ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഈ കൂത്ത് എന്നുള്ള പദത്തിൽ നിന്നാണ് മുഖയ്ത്ത് പറയുന്നത്. കൂത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നുള്ള നിലക്ക് മാത്രമാണ്. ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾക്കും പോഷകങ്ങൾക്കുമാണ് കൂത്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. റിസ്ക് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വിശാലമായിട്ടൊരു വാക്കാണ്. വെറും ഭക്ഷണം എന്നുള്ള നിലക്കല്ല. അവന്റെ അറിവ് റിസ്ക്കാണ്, അവന് കിട്ടുന്ന സന്താനങ്ങൾ റിസ്ക്കാണ്, അവന്റെ ഇണകൾ റിസ്ക്കാണ്, അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതൊക്കെ റിസ്ക്കിൽ പെടും. അപ്പൊ കൂത്ത് എന്ന് പറയുമ്പോൾ, മുഖയ്ത്ത് എന്ന് പറയുമ്പോൾ ഭക്ഷണം പോഷകം എന്നുള്ളത് മാത്രം പ്രത്യേകമായിട്ട് വരുന്നതിനാണ് കൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു തആല സൂറത്ത് ഫുസ്സിലത്തിലെ 10-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ. ഭൂമിയിൽ അല്ലാഹു പർവ്വതങ്ങളെ സ്ഥാപിച്ചു, ഭൂമിയുടെ നിരപ്പിന് മുകളിൽ. വബാറക ഫീഹാ, അതിൽ ബറക്കത്തുകൾ ചൊരിഞ്ഞു. വഖദ്ദറ ഫീഹാ അഖ്വാതഹാ, അതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും പോഷകങ്ങളും അള്ളാഹു നിർണയിച്ചു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇനി ഈ മുഖയ്ത്ത് എന്നുള്ള പദത്തിന് ഈ ഒരു അർത്ഥം മാത്രമല്ല, അതിനേക്കാൾ വിശാലമായ അർത്ഥങ്ങൾ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അഥവാ ഈ കൂത്ത് നൽകുന്നവൻ എന്നുള്ളതിൽ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള അർത്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇബ്നു കസീർ റഹിമഹുല്ലാ സൂറത്ത് നിസായിലെ ഈ 85-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത്, മുഖയ്ത്ത് എന്നുള്ള നാമം വന്നിട്ടുള്ള ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് വതാഉൻ വഅതിയത്തുൻ വതാ റഹിമഹുല്ലാ അതിയ വഖതാദ അങ്ങനെയല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നൽകപ്പെടുന്ന കാര്യങ്ങൾ നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ മുഖയ്ത്ത് എന്നുള്ളതിന് ഹഫീവൻ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത് കാണാം. മുജാഹിദ് റഹിമഹുല്ലാ പിന്നെ ഷഹീദൻ സാക്ഷി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ വേറെ റിവായത്തിൽ ഹസീബൻ വിചാരണ ചെയ്യുന്നവൻ, കണക്ക് നോക്കുന്ന എന്ന അർത്ഥത്തിൽ പറഞ്ഞത് കാണാം. സഈദ് ഇബ്നു ജുബൈർ വസിദ്ദി ഇബ്നു സൈദ് എന്നിവർ ഖദീറൻ കാര്യങ്ങൾ നിർണയിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത് കാണാം. അങ്ങനെ പല അർത്ഥത്തിൽ വഹാഖ് റഹിമഹുല്ലാ റസാഖ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത് കാണാം. അഥവാ പല ആശയങ്ങളിൽ മുഖയ്ത്ത് എന്നുള്ള നാമം, ഇതിൻ്റെയൊക്കെ ഒരു ഉള്ളിൽ വരുന്നത് കാര്യങ്ങൾ നൽകുന്നവൻ എന്നുള്ള, ആ കണക്ക് നോക്കി നൽകുന്നവൻ എന്നുള്ള തരത്തിലാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പരിപൂർണമായിട്ടുള്ള ഒരു ആശയമാണ് മുഖയ്ത്ത് എന്ന് പറയുന്നത്. ആ നാമത്തെ മാത്രം വിശദീകരിച്ച് പറയുമ്പോൾ അല്ലദീ അഹാത ഇൽമൻ ബിൽ ഇബാദി വ അഹ്വാലിഹിം, അറിവ് കൊണ്ട് അടിമകളെയും അടിമകളുടെ അവസ്ഥകളെയും എല്ലാം പൂർണ്ണമായി അറിയുന്നവൻ. വമാ യഹ്താജൂന ഇലൈഹി, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നവൻ. വഹാത ബിഹിം ഖുദ്റതൻ, അവന്റെ കഴിവ് കൊണ്ട് അവരെ മുഴുവൻ അറിയുന്നവൻ. ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. വതവല്ലാ ഹിഫ്ദുഹും വറിസ്ഖുഹും വഇംദാദുഹും, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഉപജീവനവും അതുപോലെ തന്നെ സംരക്ഷണവും എല്ലാം ഏറ്റെടുത്തിരിക്കുന്നു. അല്ലദീ യുഖീതുൽ അബ്ദാന ബിൽ അത്അമതി വൽ അർസാഖ്, ശരീരത്തിന് ആവശ്യമായ ഭക്ഷണങ്ങളും ഉപജീവനങ്ങളും നൽകുന്നു. വയുഖീതു ഖുലൂബ മൻ ശാഅ മിൻ ഇബാദിഹി ബിൽ ഇൽമി വൽ ഈമാൻ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരുടെ ഖൽബിന് ഈമാനും ഇൽമും പോഷകമായി നൽകുന്നവൻ. ഇതാണ് മുഖയ്ത്ത് എന്നുള്ളതിന്റെ പൂർണ്ണമായ അർത്ഥം. അഥവാ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള, ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതും മനസ്സിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളെ നൽകുന്നവൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽബീരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഅയ്യിൽ പറഞ്ഞതുപോലെ ഫഖൂതുർ റൂഹി അർവാഹുൽ മആനി വലൈസ ബിഅൻ തുഇംത വഅൻ ശരിബ്ത, റൂഹിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൽമാണ്, അല്ലാതെ തിന്നുന്നതും കുടിക്കുന്നതും മാത്രമല്ല എന്ന് പറഞ്ഞത് കാണാം. അതാണ് മുഖയ്ത്ത് എന്നുള്ള നാമത്തിന്റെ ആശയം. അടുത്തത് അൽ വാസിഅ. അൽ വാസിഅ, വാസിഅ എന്നുള്ള നാമം ഖുർആനിൽ പല സന്ദർഭങ്ങളിലും വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 247-ാമത്തെ ആയത്തിൽ വല്ലാഹു യുഅതി മുൽകഹു മൻ യശാ വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആധിപത്യം നൽകുന്നു. അല്ലാഹു അങ്ങേയറ്റം വിശാലതയുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്.
സൂറത്തുൽ ബഖറയിലെ 115-ാമത്തെ ആയത്തിൽ ഫഅൈനമാ തുവല്ലു ഫതമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അല്ലാഹുവിന്റെ വജ്ഹുണ്ട്. ഇന്നല്ലാഹ വാസിഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേറ്റം വിശാലതയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. അപ്പൊ വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആശയം പറഞ്ഞാൽ അൽ വാസിഉ സിഫാത്തുൻ വന്നുഊത്, വിശേഷണങ്ങളെല്ലാം വിശാലമായിട്ടുള്ളവൻ, വമുതഅല്ലിഖാതുഹ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ബിഹൈസു ലാ യഹ്സി അഹദുൻ സനാഅൻ അലൈഹി, ഒരാൾക്ക് പുകഴ്ത്താനും വാഴ്ത്താനും പറ്റുന്നതിനേക്കാൾ വിശാലമായ വിശേഷണങ്ങളുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അധികാരം കൊണ്ട് വിശാലതയുള്ളവനാണ്, അറിവ് കൊണ്ട് വിശാലതയുള്ളവനാണ്, ഔദാര്യം കൊണ്ട് വിശാലതയുള്ളവനാണ്, എല്ലാം കൊണ്ടും വിശാലതയുള്ളവൻ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇനി അള്ളാഹുവിന്റെ ഈ സിഅത്ത്, ഈ വിശാലത, അതിനെപ്പറ്റി പറയുമ്പോൾ അള്ളാഹുവിന്റെ ഇൽമിന്റെ വിശാലതയെ പറ്റി പറയുന്ന ആയത്തുകൾ നമുക്ക് കാണാം. നമ്മൾ അലീമിലൊക്കെ പറഞ്ഞതാണ്. എന്താണ്? സൂറത്തുൽ അൻആമിലെ 80-ാമത്തെ ആയത്തിൽ വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമ അഫലാ തദക്കറൂൻ, എല്ലാ ഇൽമും വിശാലമായി ഉൾക്കൊള്ളുന്നവനാണ്, ഇൽമെല്ലാം ഉൾക്കൊള്ളുന്ന അത്ര വിശാലതയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇൽമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ റഹ്മാൻ റഹീം എന്നുള്ള നാമങ്ങൾ പറയുമ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ സിഅത്ത് പറയാണ് വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, അള്ളാഹു പറയാണ് എന്റെ റഹ്മത്ത്, എന്റെ കാരുണ്യം എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ, സൂറത്തുൽ ഗാഫിറിലെ 7-ാമത്തെ ആയത്ത്. അങ്ങനെ ആയത്തുകളിൽ റഹ്മത്തിന്റെ വിശാലതയെ പറ്റി പറയുന്ന വേറെയും ധാരാളം ആയത്തുകളുണ്ട്. അടുത്തത് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വിശാലതയെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ വിശേഷങ്ങളാണ്. ഇൽമും അതുപോലെ റഹ്മത്തും മഗ്ഫിറത്തും ഒക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. അതിലൊക്കെ വിശാലതയുള്ളവനാണ് അള്ളാഹു എന്ന് പറഞ്ഞു കാണാം. മഗ്ഫിറത്തിന്റെ വിഷയത്തിൽ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു അവനിൽ നിന്നുള്ള മഗ്ഫിറത്തും ഔദാര്യവും വാഗ്ദാനം ചെയ്യുന്നു, അവൻ വിശാലതയുള്ളവനാണ്. അതുപോലെ സൂറത്തുൻ നജ്മിലെ 32-ാമത്തെ ആയത്തിൽ ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിന്റെ റബ്ബ് തീർച്ചയായിട്ടും വിശാലമായ മഗ്ഫിറത്തുള്ളവനാണ്, പാപമോചനം ചെയ്യുന്നവനാണ് എന്നുള്ള നിലക്ക് ധാരാളം ആയത്തുകൾ കാണാം. ഇനി പ്രതിഫലം നൽകുന്നിടത്ത് അങ്ങേയറ്റം വിശാലതയുള്ളവനാണ് എന്ന് പരാമർശിച്ച ആയത്തുകൾ കാണാം. ഒരു നന്മ ചെയ്തവന് പ്രതിഫലം നൽകുന്നിടത്ത് വാസിആണ് അല്ലാഹു തആല എന്ന് പറഞ്ഞതാണ് സൂറത്തുൽ ബഖറയിലെ 261-ാമത്തെ ആയത്ത്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉപമ കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ, ഒരു ധാന്യം അത് മുളച്ചു വന്ന് 7 കതിരുകൾ അതിൽ നിന്നുണ്ടാകുന്നു. ഫികുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, അതിൽ ഓരോന്നിലും 100ഓളം വരുന്ന ധാന്യങ്ങൾ പിന്നീടുണ്ടാകുന്നു. വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി കൊടുക്കുന്നു. അഥവാ ഒരു രൂപ ദാനം കൊടുക്കുന്നവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാകുന്നു. അപ്പോൾ 7 ഇരട്ടി. ആ ഓരോന്നിന്റെയും മേലെ 7 കതിരുകൾ ഉണ്ടായി, അത് ഓരോന്നിലും 100 എണ്ണം വീതം ഉണ്ടാകുന്നു. അപ്പൊ 700 ഇരട്ടി പ്രതിഫലം നൽകുന്ന വിശാലതയുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു അങ്ങേയറ്റം വിശാലതയുള്ളവനാണെന്ന് പറയാം. ഇനി അള്ളാഹുവിന്റെ വാസി എന്നതിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ് ദീനിനെ നമുക്ക് ഞെരുക്കമാക്കാതെ വിശാലതയുള്ളതാക്കി തന്നു എന്നുള്ളത്. നമുക്ക് നല്ല ദീനിനെ ഒരാൾക്ക് ഞെരുക്കമില്ലാതെ വിശാലതയുള്ളതാക്കി തന്നു എന്നുള്ളത്. ഒരാൾക്ക് സാധിക്കാത്ത രീതിയിൽ അല്ലാഹു തആല അയാളെ നിർബന്ധിക്കുന്നില്ല. ഒരാൾക്ക് നിൽക്കാൻ സാധിക്കൂല, അയാളെ മേലെ വല്ല നിർബന്ധമുണ്ടോ ഒന്ന് നിസ്കരിക്കണം എന്ന്? ഇല്ല. അയാൾക്ക് വിശാലതയുണ്ട്, അയാൾക്ക് ഇരുന്ന് നിസ്കരിച്ചാൽ മതി, ഇനി അതിനെ പറ്റില്ലെങ്കിൽ കടന്ന് നിസ്കരിച്ചാൽ മതി. ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല, മാറാ രോഗമാണ് അല്ലെങ്കിൽ വാർദ്ധക്യമാണ്, നോമ്പ് നിർബന്ധം എടുത്ത് നോക്കണമെന്നുണ്ടോ? ഇല്ല. അതിന് പകരം മറ്റുള്ള കാര്യങ്ങൾ ഫിദ്യ കൊടുത്താൽ മതി. അങ്ങനെ ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ദീനിൽ അങ്ങേയറ്റം വിശാലത നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 286-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞെന്താ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഇതിന്റെ ഒരു ഖായിദയാണ്. പല മസ്അലകളിലും ഫിഖഹിന്റെ ഉലമാക്കൾ ഏത് മസ്അലയിലും അവസാനത്തിൽ എടുക്കുന്ന ഒരു ഖായിദയാണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാൾക്കും സാധിക്കാത്ത രീതിയിൽ അള്ളാഹു ഒരാളെ നിർബന്ധിക്കുന്നില്ല, വിശാലത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ 185-ാമത്തെ ആയത്തിൽ യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്റ, നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അള്ളാഹു വിശാലത ഉണ്ടാക്കാൻ, എളുപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതൊക്കെ വാസിഅ എന്നുള്ള നാമത്തിന്റെ ആശയത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമങ്ങളിൽപ്പെട്ടതാണ് അൽ മുഹൈമിൻ, സൂക്ഷ്മമായ കാര്യങ്ങൾ അറിയുന്നവൻ, റഖീബ്, ഷഹീദ്, അലീം, സമീഅ, ബസീർ എല്ലാം ഉൾക്കൊള്ളുന്ന ആശയം.
മുഹീത്ത് ഇൽമു കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും ഖഹ്റ് കൊണ്ടും അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും അധികാരം കൊണ്ടും അടിമകളെ ചൂഴ്ന്നിരിക്കുന്നവൻ, പൂർണ്ണമായി അറിയുന്നവൻ. മുഖീത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ആവശ്യമായ ഭക്ഷണം നൽകുന്നവൻ എന്നുള്ള അർത്ഥം, അഥവാ അടിമകളുടെ കാര്യങ്ങൾ അറിഞ്ഞ് അതിനാവശ്യമായ കാര്യങ്ങൾ നൽകാൻ കഴിവുള്ളവൻ. അൽവാസിയ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളിൽ വിശാലതയുള്ളവൻ, അത് അവന്റെ ഇൽമിലുണ്ട്, റഹ്മത്തിലുണ്ട്, അതുപോലെ തന്നെ മഗ്ഫിറത്തിലുണ്ട്, പ്രതിഫലം നൽകുന്നതിലുണ്ട്. ദീനിൽ അല്ലാഹു തആല വുസ്അത്ത്, ആസിഅത്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്നയിൽ അടുത്ത നാമങ്ങൾ അൽ ഹഫീദ്, അൽ ഹാഫിദ്, അൽ ഹഫീദ്, അൽ ഹാഫിദ് എന്നീ നാമങ്ങളാണ്. ഖുർആനിൽ തന്നെ ഈ രണ്ട് നാമങ്ങളും വന്നിട്ടുണ്ട്. സൂറത്ത് ഹൂദിലെ 57-ാമത്തെ ആയത്തിൽ ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീദ്, എൻ്റെ റബ്ബ് എല്ലാ കാര്യത്തിനെയും ഹഫീദ്. ഹഫീദ് എന്ന് പറഞ്ഞാൽ അർത്ഥം വിശദീകരിക്കും, അറിയുന്നവനാണ് എന്നുണ്ട്, കാത്തു സംരക്ഷിക്കുന്നവനാണ് എന്നുമുണ്ട്. സൂറത്ത് സബയിലെ 21-ാമത്തെ ആയത്തിൽ വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ് എന്ന് വന്നിട്ടുണ്ട്. ഹാഫിദ് എന്നുള്ള നാമം സൂറത്ത് യൂസുഫിലെ 64-ാമത്തെ ആയത്തിൽ ഫല്ലാഹു ഖൈറുൻ ഹാഫിദ വഹുവ അർഹമുർ റാഹിമീൻ, അള്ളാഹുവാണ് ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ അംബിയായിലെ 82-ാമത്തെ ആയത്തിൽ വകുന്നാ ലഹും ഹാഫിദീൻ എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അൽ ഹഫീദ്, അൽ ഹാഫിദ് എന്നീ നാമങ്ങൾ അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ വിശേഷണം ഹിഫ്ള് എന്നുള്ളതാണ്. ഹിഫ്ള് എന്നുള്ളതാണ്. ഇനി ഹിഫ്ള് എന്നുള്ള വിശേഷണം രണ്ട് അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത് അൽ ഹിഫ്ളു ബിഇൽമിഹി ജമീഅൽ മഅലൂമാത്ത്, എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. നമ്മൾ സാധാരണ ഹിഫ്ളാക്കുക, അറിഞ്ഞ് മനസ്സിലാക്കി ഹിഫ്ളാക്കുക എന്ന രീതിയിൽ എല്ലാ കാര്യവും അറിയുന്നവനാണ് എന്നുള്ളത്. അതിനെതിരായിട്ടുള്ള നിസ്യാൻ, മറവി അള്ളാഹുവിന് ഇല്ല തന്നെ. സൂറത്തു മറിയമിലെ 64-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബ് മറക്കുന്നവനല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഹഫീള്, ഹാഫിള് എന്നുള്ള നാമം പറയുമ്പോൾ, ഹിഫ്ള് എന്നുള്ള വിശേഷണം പറയുമ്പോൾ ഒന്നാമത്തെ അർത്ഥം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മറവിയില്ല, ഏതൊരു കാര്യവും അറിഞ്ഞുകൊണ്ട് ഹിഫ്ള ആകുന്നവനാണ്, അല്ലെങ്കിൽ അത് അറിയുന്നവനാണ് എന്നുള്ള ആശയം. വേറെ ആയത്തിലും സൂറത്തു താഹയിലെ 52-ാമത്തെ ആയത്തിലും അള്ളാഹു പറയുന്നുണ്ട് ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫി കിതാബ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔൻ ഖുറ പിതാക്കന്മാരുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അവരുടെ അറിവ് അള്ളാഹു തആല അവന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യദില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് പിഴക്കുകയില്ല, അതുപോലെ റബ്ബൊന്നും മറക്കുകയുമില്ല എന്ന് കാണാം. അതുപോലെ സൂറത്തുൽ മുജാദിലയിലെ 6-ാമത്തെ ആയത്തിൽ അഹ്സാഹുല്ലാഹു വനസൂഹ്, അള്ളാഹു തആല അടിമകളുടെ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു, എന്നാൽ അടിമകളോ നസൂഹ്, അവരത് മറന്നു പോവുകയും ചെയ്യുന്നു എന്നൊക്കെ കാണാം. അപ്പോൾ ഹിഫ്ളിന്റെ ഒന്നാമത്തെ അർത്ഥം ഈ അർത്ഥത്തിലാണ്, അറിയുന്നു എന്നുള്ള അർത്ഥത്തിലും. അതുപോലെ അത് ഹിഫ്ളാകുന്നു, മറവി അള്ളാഹുവിനില്ല എന്നുള്ള അർത്ഥത്തിൽ. ഇനി അള്ളാഹുവിന്റെ ഹിഫ്ളിന്റെ ഭാഗമാണ് കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിത ഫലകമായിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ സൃഷ്ടികളിൽ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. സൂറത്തുൽ ഖമറിലെ 52-53 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു വകുല്ലു ഷൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ, ഏതൊരു കാര്യവും, അടിമകൾ പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യവും മുൻപേ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഏടുകളിൽ, അഥവാ ലൗഹുൽ മഹ്ഫൂദിൽ. ചെറുതാവട്ടെ വലുതാകട്ടെ അതെല്ലാം എഴുതപ്പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹിഫ്ള് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളായ മനുഷ്യരുടെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും രേഖപ്പെടുത്താൻ, എഴുതി വെക്കാൻ മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. കിറാമൻ കാതിബീൻ, മാന്യന്മാരായിട്ടുള്ള മലക്കുകളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു താരിഖിലെ 4-ാമത്തെ ആയത്തിൽ പറഞ്ഞു ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്, ഓരോരുത്തർക്കും കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന, അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരാളുണ്ട്. അതുപോലെ സൂറത്തുൽ ഇൻഫിത്താറിൽ വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, ഓരോ മനുഷ്യരോടൊപ്പവും
രേഖപ്പെടുത്തുന്ന മാന്യന്മാരായിട്ടുള്ള മലക്കുകളുണ്ട്. അവർ പ്രവർത്തിക്കുന്നതെല്ലാം, അഥവാ അടിമകൾ പ്രവർത്തിക്കുന്നതെല്ലാം അവർ അറിയുന്നുണ്ട് എന്ന് കാണാം. അപ്പൊ അല്ലാഹു തആലയുടെ ഹാഫിൽ എന്നുള്ള നാമത്തിന്റെ ഹിഫ്ള് എന്നുള്ള വിശേഷണത്തിന്റെ ഒന്നാമത്തെ അർത്ഥം എല്ലാം അറിയുന്നവനാണ്, എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നവനാണ് എന്നുള്ള, എല്ലാം കാത്തു സൂക്ഷിക്കുന്നവനാണ്, അഥവാ ആ രീതിയിൽ ഒന്നും മറക്കാത്തവനാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം അന്നഹു തആല അൽ ഹാഫിദ് ലിൽ മഖ്ലൂഖാതി മിൻ സമാഇൻ വഅർളിൻ വമാ ഫീഹിമാ. എന്തെല്ലാം സൃഷ്ടികൾ ആകാശത്തിലും ഭൂമിയിലുമായിട്ടുമുണ്ടോ അതിനെ എല്ലാം കാത്തു സംരക്ഷിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒന്നാമത്തേത് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അറിയുന്നവനും അതെല്ലാം കൃത്യമായി തിട്ടപ്പെടുത്തുന്നവനും മറവി ബാധിക്കാത്തവനുമാണ് എന്നുള്ള അർത്ഥം. രണ്ടാമത്തേത് ഇതിനെയെല്ലാം കാത്തു സംരക്ഷിക്കുന്നവനാണ് എന്നുള്ള അർത്ഥം. ആകാശങ്ങളെ ആവട്ടെ ഭൂമികളാവട്ടെ അള്ളാഹു ആണ് കാത്തു സംരക്ഷിക്കുന്നത്. ഇപ്പൊ ആയത്തുൽ കുർസിയിൽ നമുക്ക് കാണാം വലാ യഊദുഹു ഹിഫ്ദുഹുമാ. ആകാശഭൂമികളുടെ ആ സംരക്ഷണം, അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നോക്കൂ, ആകാശത്തെ ഒരു മേൽപ്പൂരയായി അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട്. അത് താഴത്തേക്ക് വീഴാത്ത രീതിയിൽ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. ഭൂമിയെ ആ രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ ഓരോ ഗ്രഹങ്ങളെയും സംവിധാനിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കാത്തു സംരക്ഷിക്കുന്നവൻ ഹാഫിദായ അള്ളാഹുവാണ്. അള്ളാഹു പറഞ്ഞു നോക്കൂ, സൂറത്തുൽ അൻബിയായിലെ 32-ാമത്തെ ആയത്തിൽ വജഅൽന السماء سقفا محفوظا. ആകാശത്തെ സംരക്ഷിക്കപ്പെട്ട ഒരു മേൽപ്പൂരയാക്കി നാം മാറ്റിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയാം. അപ്പൊ ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നവനാണ്. ഇനി ആകാശം ഭൂമികളെ മാത്രമാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ദിക്റായിട്ടുള്ള ഖുർആനിനെ അല്ലാഹു തആല സംരക്ഷിക്കുമെന്നുള്ളത്. സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ഖുർആൻ അതിനെ ഇറക്കിയത് നാമാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. എത്ര കാലമായാലും അന്ത്യനാൾ വരെ അള്ളാഹുവിലേക്ക് അത് മടങ്ങുന്നത് വരെ അത് ഭൂമിയിൽ ഏത് രീതിയിലാണെങ്കിലും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി അള്ളാഹുവിന്റെ ഹിഫ്ള്, ഈ പറഞ്ഞ രണ്ടാമത്തെ ഇനം സംരക്ഷണം നൽകുന്നത്, കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ള ഹിഫ്ള്, അത് വീണ്ടും 2 തരത്തിലുണ്ട്. ഒന്ന് ആമുൻ, 2 ഖാസുൻ. ഒന്ന് പൊതുവായിട്ടുള്ള സംരക്ഷണം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ഭക്ഷണവും പാനീയവും വായുവും അതുപോലെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവനും ധിക്കരിക്കുന്നവനും ജന്തുക്കൾക്കും മൃഗങ്ങൾക്കും അതെല്ലാം നൽകിക്കൊണ്ട് അവർക്ക് ബാധിക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ടുള്ള സംരക്ഷണം. അതായത് എല്ലാ സൃഷ്ടികൾക്കും പൊതുവായിട്ട് അള്ളാഹു ഒരു സംരക്ഷണം നൽകുന്നുണ്ട്. അവർക്കുള്ള ആവശ്യമായ ഭക്ഷണങ്ങളും ഇതൊക്കെ നൽകുന്നുണ്ട്. അവർക്കുള്ള ദോഷങ്ങളിൽ നിന്നൊരു സംരക്ഷണവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ആമായിട്ടുള്ള ഹിഫ്ള് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഖാസ് ആയിട്ടുള്ളത്, അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഈമാന് കൊണ്ടും തഖ്വ കൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകൾക്ക് അവരെ ഫിത്നകളിൽ നിന്ന് കാത്തു സംരക്ഷിച്ച്, അഥവാ അവരുടെ ഈമാനിനെ തെറ്റിക്കുന്ന ശുബ്ഹത്തുകളിൽ നിന്നും കർമ്മങ്ങളിൽ വഴികേടിലേക്ക് പാപങ്ങളിലേക്ക് നയിക്കുന്ന ശഹവത്തുകളിൽ നിന്നും അള്ളാഹു സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന സംരക്ഷണം, അതാണ് രണ്ടാമത്തെ തരത്തിലുള്ള ഖാസ് ആയിട്ടുള്ള ഹിഫ്ള്. അത് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി നൽകുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു പാപം നമ്മൾ ചെയ്യാതിരിക്കാനും ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും നമുക്ക് എന്ത് വേണം? ഹാഫിളായ അള്ളാഹുവിന്റെ സംരക്ഷണം വേണം. അപ്പൊ ഏതെങ്കിലും പാപങ്ങളിൽ നമ്മൾ വീണു പോവുകയാണെങ്കിൽ, രക്ഷ തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് ഈ നാമം കൊണ്ടാണ്. ഇതാണ് അസ്മാഉൽ ഹുസ്ന കൊണ്ട് നമ്മൾ അമലാക്കാൻ പഠിക്കേണ്ടത്. ഹഫീളായിട്ടുള്ള അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം, സംരക്ഷണം ചോദിക്കണം. അള്ളാഹു തആല പറഞ്ഞു സൂറത്തുൽ ഹജ്ജിലെ 38-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു. അള്ളാഹു തആല മുഅ്മിനീങ്ങളെ ഡിഫെൻഡ് ചെയ്യും, അഥവാ പ്രതിരോധിക്കും. അവർക്ക് ബാധിക്കുന്ന ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിരോധിക്കും എന്ന് കാണാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്, കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നസീഹത്ത് കൊടുക്കുമ്പോൾ, ഒരു ഉപദേശം കൊടുക്കുമ്പോൾ, ചില വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ അഥവാ അള്ളാഹുവിന്റെ ഹദ്ദുകളെ, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. യഹ്ഫദ്ക, അള്ളാഹു നിന്നെയും കാത്തു സംരക്ഷിക്കും. അഥവാ ഇതുപോലെയുള്ള ഉപദ്രവങ്ങളിൽ നിന്നും അതുപോലെ മറ്റെല്ലാ രീതിയിലും അള്ളാഹുവിന്റെ സംരക്ഷണം നിനക്കും ലഭിക്കും എന്ന് പറയുന്നത്.
അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഫീളാണ് ഹാഫിളാണ് എന്ന് പറയുമ്പോൾ അടിമകൾ അള്ളാഹുവിനോട് കാണിക്കേണ്ട ബാധ്യതയിൽ കാത്തു സംരക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അടിമകൾ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഖുർആനിൽ തന്നെ ധാരാളം ആയത്തുകളിൽ ആ കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ, വിരോധനങ്ങൾ, ഹറാമ്, ഹലാല്, അതിന്റെ അതിർവരമ്പ് എന്താണോ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അതിന്റെ അകത്ത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. സൂറത്തു തൗബയിലെ 112-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വൽഹാഫിദൂന ലിഹുദൂദില്ലാഹി വബശ്ശിരിൽ മുഅ്മിനീൻ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ, മുഅ്മിനീങ്ങൾ, അവരുടെ അടയാളം അള്ളാഹുവിന്റെ പരിധികൾ അത് കാത്തു സംരക്ഷിക്കുന്നവരാണ്. അതുപോലെ സൂറത്തു ഖാഫിലെ 32-33 ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്, ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ട്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞിട്ട് ധാരാളം പശ്ചാത്തപിച്ച് മടങ്ങുന്ന കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്കുള്ളതാണ്. എന്താണ് ആ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അദൃശ്യമായ അവസ്ഥയിൽ റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുന്നവൻ. വജാഅ ബിഖൽബിൻ മുനീബ്. പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ താഴ്മയോടുകൂടിയുള്ള കൽബുമായി വരുന്നവൻ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കണം. അതിൽപ്പെട്ടതാണ് തൗഹീദിനെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്. തൗഹീദ് തകർന്നു പോകുന്ന, പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ നിന്ന്, ഷിർക്കുൻ അക്ബർ ആവട്ടെ, ഷിർക്കുൻ അസ്ഗർ ആവട്ടെ, കുഫ്റുൻ അക്ബർ ആവട്ടെ, കുഫ്റുൻ അസ്ഗർ ആവട്ടെ, നിഫാഖുൽ ഇഅ്തിഖാദി ആവട്ടെ, നിഫാഖുൽ അമലി ആവട്ടെ, തൗഹീദിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്നെല്ലാം നമ്മുടെ തൗഹീദിനെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ള കർമ്മങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. ആ നിസ്കാരത്തെ കാത്തു സൂക്ഷിക്കണം. നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ ആരംഭത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ നാമങ്ങൾ എന്താണോ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എന്താണോ, അത് അടിമകൾക്ക് യോജിച്ച രീതിയിൽ അടിമകളിൽ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അള്ളാഹു ഇങ്ങനെ കാത്തു സംരക്ഷിക്കുന്നവനാണ്, ഹാഫിളാണ്, ഹഫീളാണ് എന്നുണ്ടാകുമ്പോൾ അടിമകൾ കാത്തു സംരക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത നിസ്കാരമാണ്. സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഹാഫിദു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നിസ്കാരം കാത്തു സംരക്ഷിക്കുക. അതിൽ പ്രധാനമാണ് സ്വലാത്തുൽ വുസ്ത. അധിക പണ്ഡിതന്മാരും സ്വലാത്തുൽ വുസ്ത അത് അസ്ർ നിസ്കാരമാണെന്ന് പറഞ്ഞത് കാണാം. വഖൂമു ലില്ലാഹി ഖാനിതീൻ, അതിയായ താഴ്മയോടുകൂടി അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ കേൾവി, കാഴ്ച, മനസ്സ്, ഇതിനെയെല്ലാം അള്ളാഹുവിന്റെ കൽപ്പനയുടെ പരിധിയുടെ അകത്ത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അള്ളാഹു തആല സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവി, കാഴ്ച, ചിന്ത, മനസ്സ്, ഇതിനെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുമെന്നുള്ളത്. പിന്നെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, ഹറാമായ നിലക്ക് ഉപയോഗിക്കാതെ ഹലാലായ രീതിയിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളത്. സൂറത്തുൽ മുഅ്മിനൂനിലെ 5 മുതൽ 7 വരെയുള്ള ആയത്തുകളിൽ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ. മുഅ്മിനീങ്ങൾ അവരുടെ ഗുഹ്യസ്ഥാനം കാത്തു സംരക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അവർ ഹലാലായ രീതിയിൽ അവരുടെ ഭാര്യമാരിലോ അല്ലെങ്കിൽ അവർക്ക് അനുവദനീയമായിട്ടുള്ള വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളിലോ ഫമനിബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും നിലക്ക് അത് ഉപയോഗിക്കുക എന്നുള്ളത്, വിചാരത്തിലേക്ക് മറ്റു പോവുക എന്നുള്ളത്, അത് പരിധി ലംഘിച്ച് അത് തെറ്റാണ് എന്നുള്ളതായിരിക്കും. അപ്പൊ കാത്തു സംരക്ഷിക്കണം, ഹലാലിൽ കാത്തു സംരക്ഷിക്കണം എന്നുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദീനിയായതും ദുനിയാവിയായുമായ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സംരക്ഷണമില്ല എങ്കിൽ നമ്മുടെ ദുനിയാവാവട്ടെ ദീനാവട്ടെ സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മകൻ, ചെറിയ മകൻ ബിന്യാമീനിനെ പിന്നെ മറ്റുള്ള മക്കൾ കൊണ്ടുപോകണം, മിസ്റിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയിട്ട് അവർ കളഞ്ഞതാണ്. അപ്പോൾ പിന്നെ ചെറിയ മകനെ ചോദിച്ചപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഫല്ലാഹു ഖൈറുൻ ഹാഫിദാ വഹുവ അർഹമുർ റാഹിമീൻ. അള്ളാഹുവാണ് ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞത് കാണാം. ഇനി നമ്മൾ അള്ളാഹുവിനോട് തേടണം, ഈ ഹിഫ്ളിനെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഈ സംരക്ഷണം. അതില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. ഈ സംരക്ഷണം നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ ഒരു രക്ഷയുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവുമുള്ള ദുആകളിൽ ഒഴിവാക്കാതെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ.
അല്ലാഹുവേ ദുനിയാവിലും പരലോകത്തിലും ഞാൻ നിന്നോട് ആഫിയത്തിനെ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. അല്ലാഹുവേ നിന്നോട് വിട്ടുവീഴ്ചയും അതുപോലെ ആഫിയത്തും ഞാൻ തേടുന്നു, എൻ്റെ ദീനിൽ, എൻ്റെ ദുനിയാവിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമ്പത്തിൽ. അല്ലാഹുമ്മ ഉസ്തുർ ഔറാത്തി, എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണമേ. വആമിൻ റൗആത്തി, എൻ്റെ ഭയപ്പാടുകളിൽ നിന്ന് എനിക്ക് സംരക്ഷണം നൽകണമേ. അല്ലാഹുമ്മ ഇഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി, എൻ്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നീ എന്നെ സംരക്ഷിക്കണമേ. വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി, എൻ്റെ വലതു ഭാഗത്ത് നിന്നും ഇടതു ഭാഗത്തു നിന്നും മുകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി, താഴ്ഭാഗത്തു കൂടി ഏതെങ്കിലും രീതിയിൽ ഞാൻ കീഴ്പ്പെടുത്തപ്പെടുന്നതിൽ നിന്ന് നിന്റെ മഹത്വത്തെ മുൻനിർത്തി ഞാൻ രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകളിൽ ഒഴിവാക്കാതെ പ്രാർത്ഥിച്ചിരുന്നതാണ്. അതിൽ അല്ലാഹുമ്മ ഇഹ്ഫദ്നി, എല്ലാ രീതിയിലും ഒരു മനുഷ്യന്റെ എല്ലാ ഭാഗത്തു നിന്നും സംരക്ഷിക്കണമേ എന്ന് തേടുന്നുണ്ട്. അപ്പൊ ഇതാണ് അൽ ഹഫീൽ അൽ ഹാഫിൽ എന്ന നാമങ്ങൾ. രണ്ടർത്ഥമാണ്. ഒന്ന്, അറിയുന്നവനാണ്, മറവില്ലാത്തവനാണെന്നർത്ഥം. രണ്ട്, കാത്തു സംരക്ഷിക്കുന്നവനാണെന്നർത്ഥം. കാത്തു സംരക്ഷിക്കുന്നവൻ ആമായിട്ട് പൊതുവായിട്ട് എല്ലാവർക്കുമുണ്ട്, ഖാസായിട്ട് മുഅ്മിനീങ്ങൾക്കുമുണ്ട്. അടുത്ത നാമങ്ങൾ അൽ വലിയു അൽ മൗല. അൽ വലിയു അൽ മൗല, രക്ഷാധികാരി എന്നുള്ള, രക്ഷാധികാരി, സംരക്ഷണം നൽകുക, ആ രീതിയിലൊക്കെ അർത്ഥം പറയുമ്പോൾ കൂടുതൽ വ്യക്തമാവും. ഈ രണ്ട് നാമങ്ങളും ഖുർആനിൽ വന്നിട്ടുള്ള നാമങ്ങളാണ്. സൂറത്ത് ശൂറയിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അമിത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ ഫല്ലാഹു ഹുവൽ വലിയ്യു വഹുവ യുഹ്യിൽ മൗതാ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവർ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിക്കുകയാണോ, രക്ഷാധികാരികളെ സ്വീകരിക്കുകയാണോ? ഫല്ലാഹു ഹുവൽ വലിയ്യു, അള്ളാഹുവാണ് യഥാർത്ഥ രക്ഷാധികാരി. സൂറത്ത് ശൂറയിലെ തന്നെ 28-ാമത്തെ ആയത്തിൽ വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു വഹുവൽ വലിയ്യുൽ ഹമീദ്. അള്ളാഹുവാണ് വരണ്ടതിന് ശേഷം, മഴയില്ലാത്തൊരവസ്ഥയ്ക്ക് ശേഷം മഴയിറക്കുന്നവനും അതുപോലെ തന്നെ അവന്റെ കാരുണ്യം നൽകുന്നവനും അള്ളാഹു വലിയാണ്. അതുപോലെ സൂറത്ത് നിസായിലെ 45-ാമത്തെ ആയത്തിൽ വകഫാ ബില്ലാഹി വലിയൻ വകഫാ ബില്ലാഹി നസീറ, അള്ളാഹു മതിയായവനാണ് വലിയായിട്ട്, രക്ഷാധികാരിയായിട്ട്. ഇനി സൂറത്തുൽ ഹജ്ജിൽ മൗല എന്നുള്ള നാമം 78-ാമത്തെ ആയത്തിൽ വഅതസിമു ബില്ലാഹി ഹുവ മൗലാക്കും ഫനിഅമൽ മൗല വനിഅമൻ നസീർ. അള്ളാഹുവിനോട് നിങ്ങൾ രക്ഷ തേടുക, അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി, അവൻ എത്ര നല്ല രക്ഷാധികാരിയാണ്. അതുപോലെ സൂറത്തു തഹ്രീമിലെ 2-ാമത്തെ ആയത്തിൽ വല്ലാഹു മൗലാക്കും, അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി. അപ്പോൾ വലിയ മൗല എന്നുള്ള നാമങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അള്ളാഹുവിന്റെ ഈ വലായത്ത്, ഈ സംരക്ഷണം എന്നുള്ളത്, അള്ളാഹു രക്ഷ നൽകുക, സംരക്ഷണം നൽകുക എന്നുള്ളത് രണ്ട് തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, വലായത്തുൻ ആമ്മത്തുൻ, പൊതുവായിട്ടുള്ള വലായത്ത്, പൊതുവായിട്ടുള്ള സംരക്ഷണം. അത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും, അത് അള്ളാഹുവിനെ അനുസരിക്കണം എന്നൊരു നിബന്ധനയില്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാഫിറാണെങ്കിലും ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കാണെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന മുഅ്മിനാണെങ്കിലും മുതീഅാണെങ്കിലും നല്ല ആളാണെങ്കിലും ചീത്ത ആളാണെങ്കിലും എല്ലാവർക്കും അള്ളാഹു തആല പൊതുവായിട്ട് ഒരു സംരക്ഷണം ഏകുന്നവനാണ്. പൊതുവായിട്ട് അള്ളാഹു മൗലയാണ്, എല്ലാവരുടെയും മൗലയാണ്. അള്ളാഹു അല്ലാതെ വേറൊരു മൗല ഒരാൾക്കുമില്ല. അതായത് ഈ പൊതുവായ അർത്ഥത്തിൽ. അതാണ് ഖുർആനിൽ സൂറത്തുൽ അൻആമിലെ 62-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ثُمَّ رُدُّوا إِلَى اللَّهِ مَوْلَاهُمُ الْحَقِّ, പിന്നീട് അവരുടെ യഥാർത്ഥ രക്ഷാധികാരിയിലേക്ക് അവർ മടക്കപ്പെടും എന്ന് അള്ളാഹു കാഫിര്യങ്ങളെ പറ്റി പറയാണ്. കാഫിര്യങ്ങളെ രക്ഷാധികാരിയാണോ അള്ളാഹു തആല യഥാർത്ഥ രൂപത്തിൽ? അല്ല. പക്ഷെ എന്താ പറയുന്നത്? പൊതുവായിട്ടുള്ള രീതിയിലാണ്. അതേ അർത്ഥത്തിൽ സൂറത്ത് യൂനുസിലെ 30-ാമത്തെ ആയത്തും വറുദ്ദൂ ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്, ഇവിടെ മൗലാഹും എന്ന് പറയുന്നത് കാഫിര്യങ്ങളുടെ മൗല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പൊതുവായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ നോക്കുന്ന, അവർക്ക് ഉപകാരങ്ങൾ നൽകുന്ന, ഉപദ്രവത്തിൽ നിന്ന് രക്ഷയേകുന്ന, അങ്ങനെ ഖൈറും ഷർറും എല്ലാം ഉദ്ദേശിക്കുന്ന പൊതുവായിട്ടുള്ള അർത്ഥത്തിലാണ്. ഇനി യഥാർത്ഥത്തിൽ കാഫിര്യങ്ങളുടെ മൗല ആരാണ്? അള്ളാഹുൽ ശിർക്ക് ചെയ്യുന്ന, അള്ളാഹുൽ പങ്കു ചേർക്കുന്ന അവരുടെ രക്ഷാധികാരി, അവരുടെ വലിയ യഥാർത്ഥത്തിൽ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട് സൂറത്ത് മുഹമ്മദിലെ 11-ാമത്തെ ആയത്ത്, ذَلِكَ بِأَنَّ اللَّهَ مَوْلَى الَّذِينَ آمَنُوا وَأَنَّ الْكَافِرِينَ لَا مَوْلَى لَهُمْ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ മൗലയാണ്, എന്നാൽ കാഫിര്യങ്ങൾക്ക് മൗലയില്ല, രക്ഷാധികാരി ഇല്ല. ഒരായത്തിൽ കാഫിര്യങ്ങൾക്ക് രക്ഷാധികാരി ഉണ്ട് എന്ന് പറഞ്ഞു, അള്ളാഹു ആണെന്ന് പറഞ്ഞു.
മറ്റേ ആയത്തിൽ കാഫിറുകൾക്ക് രക്ഷാധികാരി ഇല്ല, മുഅ്മിനീങ്ങളുടെ രക്ഷാധികാരിയാണ് അള്ളാഹ് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് പൊതുവായിട്ടുള്ള അർത്ഥത്തിലും, രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് പ്രത്യേകം സഹായിക്കുന്ന, പിന്താങ്ങുന്ന, ആ രീതിയിൽ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന, തൗഫീഖ് ലഭിക്കുന്ന ഒരു മൗല ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി പിശാചാണ് കാഫിരീങ്ങളുടെ മൗല. കാഫിരീങ്ങളുടെ അവർക്ക് മൗലയായിട്ടുള്ളത് പിശാചാണ്. നോക്കൂ, സൂറത്തു നഹ്ലിലെ 63-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഫസയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും, അവരുടെ കർമ്മങ്ങൾ പിശാച് അവർക്ക് നന്നായി തോന്നിപ്പിച്ചു. ഫഹുവ വലിയുഹും അൽ യൗമ വലഹും അദാബുൻ അലീം, അവരാണ് ആ ശൈത്താൻ, അവരുടെ വലിയ, അവരുടെ രക്ഷാധികാരിയായിട്ട് അല്ലെങ്കിൽ അവരുടെ വലിയ എന്നുള്ള സ്ഥാനത്തുള്ളത് ശൈത്താനാണ്. നാളെ പരലോകത്ത് അവർക്ക് ശിക്ഷയാണുള്ളത്. അതുപോലെ മഅ്വാകുമുന്നാർ ഹിയ മൗലാക്കും, നരകമാണ് അവരുടെ മൗല എന്നുള്ള അർത്ഥത്തിലും അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ വലായത്ത് പൊതുവായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കുന്നതാണ്, മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായിട്ടാണുള്ളത്. അതാണ് രണ്ടാമത്തേത്, അൽ വലായത്തുൽ ഖാസ, പ്രത്യേകമായി മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലായത്ത്. അതാണ് ഖുർആനിലും ഹദീസിലും ഏറ്റവും ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ വലായത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹുവാണ് വലിയ എന്നുള്ള അർത്ഥത്തിൽ വന്നിട്ടുള്ളത്. അതിലൊന്നാണ് സൂറത്തുൽ ബഖറയിലെ 257-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അള്ളാഹു മുഅ്മിനീങ്ങളുടെ വലിയാണ്, അള്ളാഹു അവരെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴി കാണിക്കുന്നു. വല്ലദീന കഫറു ഔലിയാഉഹുമുത് താഗൂത്ത്, കുഫാറുകളുടെ വലിയ എന്ന് പറയുന്നത് അവരുടെ ഔലിയാക്കൾ താഗൂത്തുകളാണ്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതാണ്. യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്, അവർ ചെയ്യുന്നതോ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. ഇനി അള്ളാഹുവിന്റെ വലിയ എന്നുള്ള നാമം ഖുർആനിൽ പല കാര്യങ്ങൾ അള്ളാഹുവിനോട് തേടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും തേടുന്നിടത്ത് നീയാണ് ഞങ്ങളുടെ വലിയ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ അറാഫിലെ 155-ാമത്തെ ആയത്തിൽ അൻത വലിയുന ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുൽ ഗാഫിരീൻ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു നൽകുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ എന്നുള്ളത്. അതുപോലെ ശത്രുക്കൾക്കെതിരെ സഹായം ലഭിക്കാൻ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ സഹായം ലഭിക്കാൻ, ഇപ്പൊ സൂറത്തുൽ ബഖറയിലെ 286-ാമത്തെ ആയത്തിൽ അൻത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, കാഫിരീങ്ങൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ. വേറൊരായത്തിൽ സൂറത്ത് ആലി ഇംറാനിലെ 150-ാമത്തെ ആയത്തിൽ ബലില്ലാഹു മൗലാക്കും വഹുവ ഖൈറുൻ നാസിരീൻ, അള്ളാഹു ആണ് നിങ്ങളുടെ രക്ഷാധികാരി, അവനാണ് ഏറ്റവും നല്ല സഹായി എന്ന് കാണാം. ഈ ഒരു സന്ദർഭം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഉഹുദ് യുദ്ധത്തിന്റെ ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ആ ശത്രുക്കളുടെ ഭാഗത്താണെന്ന് റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ലനാ അൽ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, ഞങ്ങളുടെ ഇലാഹായിട്ട് ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സ ഇല്ല എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, അജീബു, നിങ്ങൾ തിരിച്ചു മറുപടി പറയാൻ പറഞ്ഞു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, മാ നഖൂൽ, ഞങ്ങൾ എന്താണ് പറയേണ്ടത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, നിങ്ങൾ പറയുക, അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും, ഞങ്ങളുടെ രക്ഷാധികാരി അല്ലാഹുവാണ്, നിങ്ങൾക്കൊരു രക്ഷാധികാരിയുമില്ല എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ ശത്രുക്കളിൽ നിന്ന് സഹായിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലായത്തിൽപ്പെട്ട കാര്യമാണ്. ഇനി അതുപോലെ തന്നെ നാളെ സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നു എന്നുള്ളതും അള്ളാഹുവിന്റെ ഈ വലായത്തിന്റെ, അള്ളാഹു നൽകുന്ന, അള്ളാഹു വലിയാണ് എന്നതിന്റെ ഒരു ഉദ്ദേശമാണ്. സൂറത്തുൽ അൻആമിലെ 127-ാമത്തെ ആയത്തിൽ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം, മുഅ്മിനീങ്ങൾക്ക് സംരക്ഷണമായിട്ടുള്ള ഒരു ദോഷവുമില്ലാത്ത ഭവനമുണ്ട്. വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചത് കൊണ്ട് ഈ മുഅ്മിനീങ്ങളുടെ വലിയ അള്ളാഹുവാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന രീതിയിൽ കാണാം. ഇനി എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഈ വലായത്ത് നമുക്ക് നേടാൻ സാധിക്കുക? അഥവാ പ്രത്യേകമായി മുഅ്മിനീങ്ങളെ അള്ളാഹു സംരക്ഷിക്കുന്ന, സഹായിക്കുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് ആ ദർജയിൽ അള്ളാഹുവിന്റെ വലിയ ആയിക്കൊണ്ട് അള്ളാഹുവിനാൽ സഹായം ലഭിക്കുന്ന ആ സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുക? അതിനുള്ള കാരണങ്ങളും അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അത് നേടാനുള്ള മാർഗം? അതിൽ പ്രധാനപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സൂറത്ത് യൂനിസിലെ
62, 63 ആയത്തുകളിൽ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഈ വലായത്ത് ലഭിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് ഒരു ഭയവുമില്ല, ഭയപ്പെടേണ്ട അവസ്ഥയില്ല, അവർക്ക് ദുഃഖിക്കേണ്ട അവസ്ഥയുമില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാണവർ? അള്ളാഹുൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നവർ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് വിരോധനങ്ങൾ ഒഴിവാക്കി സൂക്ഷിക്കുന്നവർ. ഒരാൾ അള്ളാഹുവിന്റെ വലിയാവണമെങ്കിൽ അവനൊന്ന് ഈമാൻ ഉണ്ടായിരിക്കണം, 2 തഖ്വയുണ്ടായിരിക്കണം. ഇതുണ്ടാകുമ്പോൾ സത്യസന്ധമായ ഈമാനും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകുമ്പോഴും അതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളുമാണ് അള്ളാഹുവിന്റെ വലിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത്, ഖുദ്സിയായ ഒരു ഹദീസ്, ഇന്നല്ലാഹ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, അല്ലാഹു തആല പറഞ്ഞു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയനോട്, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ പ്രത്യേകമായി സംരക്ഷണം കൊടുക്കുന്ന എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തുകയാണെങ്കിൽ അവനോട് ഞാനിതാ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ. ഒരടിമ എന്നിലേക്ക് അടുക്കുന്നതിൽ ഏറ്റവും അടുക്കുന്നത് അഹബ്ബു ഇലയ്യ മിമ്മാ ഇഫ്തറൽതുഹു അലൈഹി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഒരടിമ എന്നിലേക്ക് അടുക്കുന്നതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ മേലെ ഞാൻ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. നിർബന്ധ നിസ്കാരം, റമദാനിലെ നോമ്പ്, അതുപോലെ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. അങ്ങനെ ആ അടിമ എന്നിലേക്ക് നഫ്ലുകളായ ഐച്ഛികമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ അടുക്കുന്നു. ഹത്താ ഉഹിബ്ബഹു. അങ്ങനെ ഫർളും നഫ്ലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തും. അള്ളാഹു പറയാണ്, ഫൈദാ അഹ്ബബ്തുഹു. അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ഇഷ്ടം നേടുന്ന ഒരു അവസ്ഥയിലെത്തിയാൽ, കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി. അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി. അവൻ നോക്കുന്ന കാഴ്ച ഞാനാകും, അവന്റെ നോട്ടം ഞാനാകും. വയദഹു അല്ലതീ യബ്തുശു ബിഹാ. അവൻ പിടിക്കുന്ന അവന്റെ കൈ ഞാനാകും. വറിജ്ലഹു അല്ലതീ യംശി ബിഹാ. അവൻ അവൻ നടക്കുന്ന കാലുകൾ ഞാനാവും. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോ കേൾക്കുന്ന കേൾവി, ബസ്റുല്ലദീ യബ്സുറു ബിഹി, അവൻ നോക്കുന്ന നോട്ടം, അങ്ങനെ പറഞ്ഞാൽ അവന്റെ കണ്ണുകൊണ്ട് പിന്നെ അവൻ കാണുന്നതും കേൾക്കുന്നതും കൈകൊണ്ട് പിടിക്കുന്നതും കാലുകൊണ്ട് നടക്കുന്നതുമെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലേക്ക് മാത്രമാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റും. ആ രീതിയിൽ അവനൊരു സംരക്ഷണം അള്ളാഹു കൊടുക്കും. വഇൻ സഅലനീ ലഉതിയന്ന. അവൻ എന്നോട് തേടിയാൽ, ആ അവസ്ഥയിൽ അള്ളാഹുവിന്റെ വലിയായിട്ടുള്ള അവസ്ഥയിലെത്തിയാൽ, അവൻ ചോദിച്ചാൽ, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും. വലഇൻ ഇസ്തിആദ ബിഹി ലഉഈദന്ന. അവൻ എന്നോട് രക്ഷ തേടിയാൽ ഞാൻ അവന് രക്ഷ നൽകുകയും ചെയ്യും എന്ന് അള്ളാഹു തആല പറയാൻ. അപ്പൊ അള്ളാഹുവിന്റെ വലായത്ത് ലഭിക്കാൻ സത്യസന്ധമായ ഈമാൻ വേണം, രഹസ്യത്തിലും പരസ്യത്തിലും തഖ്വ വേണം, ഫർളായ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യണം, ധാരാളം ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കണം. അപ്പോഴാണ് ഈ സ്ഥാനം ലഭിക്കുക. ഇനി ആരാണ് ഏറ്റവും ഔലിയാക്കളിൽ ശ്രേഷ്ഠരായിട്ടുള്ളവർ? ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ അമ്പിയാക്കളാണ്, നബിമാരാണ്. നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ മുർസലീങ്ങളാണ്, റസൂലുകളാണ്. റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ ഉലുൽ അസ്മകളാണ്. 5 പ്രധാനപ്പെട്ട ഉലുൽ അസ്മ സ്ഥാനത്തെത്തിയിട്ടുള്ള നബിമാരാണ്, റസൂലുകളാണ്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയീൻ വ ഇമാമുൽ മുർസലീൻ വ സയ്യിദു വലദി ആദമ അജ്മഈൻ, നമ്മുടെ റസൂലാണ്. ഇനി അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ, ഇപ്പോ ഈ വലായത്ത് ഔലിയാക്കൾ ഏറ്റവും പദവിയുള്ളത് അള്ളാഹുവിന്റെ റസൂലിനാണ്. അപ്പൊ ഈ വലായത്ത് ലഭിക്കണമെങ്കിൽ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റാതെ ഒരാൾക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ വലായത്ത് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അപ്പോൾ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ ഇഷ്ടം നേടാതെ വലായത്തില്ല. അള്ളാഹുവിന്റെ വലിയാവാൻ അള്ളാഹുവിന്റെ ഇഷ്ടം നേടുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റാത്ത ഒരാൾ, അവൻ സ്വയം എന്ത് വാദിച്ചാലും, ഞാൻ വലിയാണെന്ന് വാദിച്ചാലും, എന്ത് പറഞ്ഞാലും, ഒരു വിദ്യാർത്ഥികാരൻ പറയാണ് ഞാൻ അള്ളാഹിന്റെ വലിയാണ് എന്നൊക്കെ പറഞ്ഞാലും എന്തല്ല, ഒരിക്കലും അള്ളാഹുവിന്റെ വലായത്ത്
അവന് ലഭിക്കാൻ പോകുന്നില്ല. പല ആളുകളും അവർ സ്വന്തത്തിൽ വിചാരിക്കുക ഞാൻ അള്ളാഹുവിന്റെ വലിയാണ്, ആ ഒരു സ്ഥാനത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരൊക്കെ വിചാരിച്ചിട്ടുണ്ട്? ജൂതന്മാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ആളുകളാണ്, അഹിബ്ബാകളാണ്, അള്ളാഹിന്റെ സന്താനങ്ങളാണ്, വലിയകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നസാറാക്കൾ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അള്ളാഹിന്റെ ഔലിയാക്കളും അള്ളാഹിന് ഇഷ്ടപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ പറ്റി അള്ളാഹു പറയാണ് സൂറത്തുൽ അൻഫാലിലെ 34-ാമത്തെ ആയത്തിൽ, വഹും യസുദ്ദൂന അനിൽ മസ്ജിദിൽ ഹറാം വമാ കാനൂ ഔലിയാഅഹു. മസ്ജിദുൽ ഹറമിൽ നിന്ന് മുഅ്മിനീങ്ങളെ തടയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവരൊരിക്കലും, ആ മുശ്രിക്കീങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ ഔലിയാക്കളല്ല. എന്നിട്ട് പറയാണ് ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ വലായത്ത് ലഭിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റാതെ ഒരാൾക്കും തന്നെ അള്ളാഹുവിന്റെ വലിയാകാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ പല ത്വരീഖത്തിന്റെയും വഹ്ദത്തുൽ വജൂദിന്റെയും എല്ലാം ആളുകൾ, അവർ ചില ആളുകൾ വലിയാണ്, അവർ സ്വയം പറയും വലിയാണെന്ന്, അല്ലെങ്കിൽ ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഒരു വലിയാക്കി സ്ഥാപിക്കും. ചിലപ്പോൾ നമ്മൾ നാട്ടിൽ കേൾക്കാം നിസ്കാരം ഉണ്ടാവില്ല, നോമ്പുണ്ട്, ഫർളും ഉണ്ടാവില്ല, നഫ്ലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വിദേഹത്തിന് മാത്രമേ മുഴുകിയിരിക്കുന്ന ആളായിരിക്കും. ഒരിക്കലും അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ വലിയകളാവുകയില്ല. അവർ ശരിക്കും അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. അവർ ശൈത്താനിന്റെ വലിയകളാണ്. വലിയ ഷെയ്ത്താനാണ് അവർ, ഔലിയാഉ ഷെയ്ത്താനാണ് അവർ. ഒരിക്കലും റഹ്മാനായ റബ്ബിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിനെ സൂക്ഷിക്കാത്ത, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാത്ത, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റാത്ത ആളുകൾ ആവുകയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് അള്ളാഹുവിന്റെ അൽ വലി അൽ മൗല എന്നുള്ള നാമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുനിയാവിലും പരലോകത്തിലും നമുക്ക് സംരക്ഷണമേകുന്നവനും നമ്മുടെ രക്ഷാധികാരിയും അള്ളാഹുവാണ്. പൊതുവായിട്ട് അള്ളാഹു എല്ലാവർക്കും മൗലയാണ്. പ്രത്യേകമായിട്ട് മുഅ്മിനീങ്ങൾക്കാണ് ആ വലായത്ത് നേടിയെടുക്കാൻ ഈമാനും തഖ്വയും ഫർളും നഫ്ലുമായ കർമ്മങ്ങളുമാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതുമാണ് അത് നേടിയെടുക്കാനുള്ള മാർഗം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.